Hello students, in 2.9 Fredholm integral equation of the first kind നോക്കാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റഗ്രൽ എ ടു ബി കെ എക്സ് ടി യു ടി ഡി ടി എക്സ് ബിലോങ്സ് ടു ഡി. അപ്പോൾ ഈ ഫോം ഓർത്തിരിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ടി യു ടി ഡി ടി. ഇനി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ദി ഡേറ്റ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡേറ്റ ആണ്. ഇനി ഡേറ്റ ഫംഗ്ഷൻ ലൈസ് ഇൻ ദി റേഞ്ച് ഓഫ് ദി കേർണൽ കെ ഓഫ് എക്സ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെ ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി ആണ് അല്ലേ. അപ്പോൾ ഇതിൽ വരുന്ന ഏത് ഫംഗ്ഷൻ ആണോ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഇ റേസ് ടു എക്സ് കോസ് ടി ആണ് കെ എക്സ് ടി എന്ന് പറഞ്ഞ് തന്നേക്കുന്നതെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻ ഇ റേസ് ടു എക്സ് ഉള്ള ഏതെങ്കിലും കോൺസ്റ്റൻറ്റിൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നതായിരിക്കും. മസ്റ്റ് ബി എ മൾട്ടിപ്പിൾ ഓഫ് കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല, മൾട്ടിപ്പിൾ ഓഫ് ഇ റേസ് ടു എക്സ്. ഇപ്പോൾ എക്സ് ഇൻറ്റു കോസ്റ്റ് ആണ് എക്സാമ്പിൾ. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് വരുന്ന ടേം ഉണ്ടാവും അവിടെ. അതായത് എക്സ് ബൈ ടുവോ എന്തെങ്കിലും ടേം ആയിരിക്കും എഫ് ഓഫ് എക്സിൻ്റെ. അങ്ങനെ വന്നാൽ മാത്രമേ യു ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? എഫ് ഓഫ് എക്സ് ഈസ് ദി ഡേറ്റ. ഇനി ഡേറ്റ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? കേർണലിനകത്ത് വന്നേക്കുന്ന ഇ റേസ് ടു എക്സോ എക്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും എഫ് ഓഫ് എക്സ്. ആ എഫ് ഓഫ് എക്സ് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ? ഇനി ഇത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്. ഇപ്പം തന്നേക്കുന്ന ഇക്വേഷനാണ് ഫസ്റ്റ് കൈൻഡിൻ്റെ നമ്മൾ എഴുതിയേക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി കെ എക്സ് ടി യു ഓഫ് ടി ഡി ടി അല്ലേ. ഇതിനെ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ, അതായത് എഫ് ഓഫ് എക്സ് മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി കെ എക്സ് ടി യു ടി ഡി ടി ഈക്വൽ ടു നമ്മൾ ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. എപ്സിലോൺ യു എപ്സിലോൺ എക്സ് വെച്ചിട്ട് ഇത് ഇക്വേറ്റ് ചെയ്യുക. എഫ് ഓഫ് എക്സ് മൈനസ്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകും. എഫ് ഓഫ് എക്സ് പോസിറ്റീവായിട്ട് എടുക്കും, തിരിച്ചെടുത്താലും ആൻസർ കിട്ടും. അപ്പോൾ ആ നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എഫ് സൈ എക്സ് ആണ്. അപ്പോൾ യു സൈ എക്സ്. യു സൈ എക്സ് ഈക്വൽ ടു എന്ത് വരും? എപ്സിലോണിനെ കൊണ്ട് എല്ലാം ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഓർത്തിരിക്കുക. എഫ് എക്സ് മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി കെ എക്സ് ടി യു ടി ഡി ടി ആണ് എപ്സിലോൺ യു എപ്സിലോൺ ഓഫ് എക്സ് എന്ന് എഴുതിയേക്കുന്നത്. ഇനി യു എപ്സിലോൺ എക്സ് എന്ന് എഴുതണമെങ്കിൽ ആ 1 എപ്സിലോണും കൊണ്ട്, അതായത് എപ്സിലോണും കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എപ്സിലോൺ എഫ് ഓഫ് എക്സ് മൈനസ് 1 എപ്സിലോൺ ഇൻറ്റഗ്രൽ എ ടു ബി കെ എക്സ് ടി യു ടി ഡി ടി. അപ്പോൾ ഇതെന്തുവാ ചെയ്തത്? നമ്മൾ ഫസ്റ്റ് കൈൻഡിനെ സെക്കൻഡ് കൈൻഡിലോട്ട് ട്രാൻസ്ഫോം ചെയ്തതാണ്. ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ പഠിച്ച മെത്തേഡുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ മെത്തേഡാണ്. ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ മെത്തേഡ് 2.4 പറഞ്ഞു. അടുത്തത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു അല്ലേ. അതെല്ലാം ഒരു ടൈപ്പ് ഓഫ് റിവിഷൻ തന്നെയാണ് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് കമ്പ്യൂട്ടേഷണൽ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ യു ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കിട്ടുന്നതിൻ്റെ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 എടുത്താൽ മതി. മനസ്സിലായോ മെത്തേഡ്? അപ്പം ഫോം എന്താണ്? അതിനെ ഏതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? സെക്കൻഡ് കൈൻഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് യു ഓഫ് എക്സ് കണ്ടുപിടിക്കുവാണ്. ഓക്കെ.
നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. കമ്പൈൻ ദി മെത്തേഡ് ഓഫ് റെഗുലറൈസേഷൻ ആൻഡ് ദി ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ മെത്തേഡ് ടു സോൾവ് ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ദി ഫസ്റ്റ് കൈൻഡ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. കമ്പൈൻ ദി മെത്തേഡ് ഓഫ് റെഗുലറൈസേഷൻ എന്നും പിന്നെ ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാനൊന്നും ചോദിക്കണമെന്നില്ല. സോൾവ് ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ദി ഫസ്റ്റ് കൈൻഡ് എന്നും പറഞ്ഞിട്ട് ഇക്വേഷൻ തരാം, അല്ലെങ്കിൽ സോൾവ് ഈ ഇക്വേഷൻ മാത്രമായിട്ടും തരാം. അപ്പോൾ ഇക്വേഷൻ തരുമ്പോൾ നിങ്ങൾ നോക്കണം, ഇവിടെ ഫസ്റ്റ് കൈൻഡ് ആവുമ്പോൾ ഇൻറ്റഗ്രലിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള യു ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേർണൽ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇവിടെ ഇ റേസ് ടു 2x മൈനസ് 2t. അതിനെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു 2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2t എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ കേർണലിനകത്ത് ഇ റേസ് ടു 2x ഉണ്ട്. എഫ് ഓഫ് എക്സിനകത്ത് എന്തുണ്ട്? ഇ റേസ് ടു 2xൻ്റെ ഒരു മൾട്ടിപ്പിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇനി നമ്മൾ ഇതിനെ എന്തിലോട്ട് മാറ്റുവാണ്? സെക്കൻഡ് കൈൻഡ് ഓഫ് ഫ്രെഡോം ഇൻറ്റഗ്രൽ ഇക്വേഷനിലോട്ട് മാറ്റുവാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. എങ്ങനെയായിരുന്നു? എഫ് ഓഫ് എക്സ് മൈനസ് അല്ലേ, അതായത് 1/2 ഇ റേസ് ടു 2x മൈനസ് ഇൻറ്റഗ്രൽ 0 ടു 1/2 ഇ റേസ് ടു 2x. ഇതിനെ ഞാൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2t എന്ന് എഴുതുന്നു. യു ഓഫ് ടി ഡി ടി ഈക്വൽ ടു ഏതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? അതായത് അസ്യൂം ചെയ്യണം എപ്സിലോൺ യു എപ്സിലോൺ ഓഫ് എക്സ് അല്ലേ. ഓർ നമുക്ക് യു എപ്സിലോൺ ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിട്ട് വരും? അന്നേരം ഈ എപ്സിലോൺ കൊണ്ട് ഇവിടെ എല്ലാം ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? യു എപ്സിലോൺ ഓഫ് എക്സ് ഈക്വൽ ടു 1/2 എപ്സിലോൺ ഇ റേസ് ടു 2x മൈനസ് 1 എപ്സിലോൺ ഇൻറ്റഗ്രൽ 0 ടു 1/2 ഇ റേസ് ടു 2x ഇൻറ്റു ഇതിനെ നമ്മളിവിടെ വെച്ച് സിംപ്ലിഫൈ ചെയ്തു ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x. ഇ റേസ് ടു 2x ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ മെത്തേഡിനകത്ത് എന്താണ്? ഇ റേസ് ടു 2x സെപ്പറബിൾ ചെയ്യാൻ പറ്റണം അല്ലേ. ഇ റേസ് ടു 2x സെപ്പറേറ്റ് ചെയ്തു. ഇനി ഇതിനെ നമ്മൾ ഈ ടേമിനെ എന്ത് കൊടുക്കുന്നു? ആൽഫ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബാക്കി എല്ലാ ടേമും അതുപോലെ ഈ മൈനസ് ഓഫ് 1 എപ്സിലോൺ ഇ റേസ് ടു 2x ആൽഫ, വേർ ആൽഫ ഈക്വൽ ടു നമ്മൾ എടുത്തേക്കുന്ന അത് എഴുതി. ഇനി അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു ഈ യു എപ്സിലോൺ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? ഇത് ഫ്രം ഇക്വേഷൻ 4 ടി എന്നുള്ള എക്സിന് പകരം റീപ്ലേസിങ് ബൈ ടി. അപ്പോൾ അതാണ്ട് 1/2 എപ്സിലോൺ ഇ റേസ് ടു 2t മൈനസ് 1 എപ്സിലോൺ ഇ റേസ് ടു 2t ആൽഫ. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രൽ ചെയ്ത് പിന്നെ സിംപ്ലിഫൈ ഒക്കെ ചെയ്ത് നമുക്ക് ആൽഫയുടെ വാല്യൂ ആണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ സിംപ്ലിഫിക്കേഷനാണ്. നിങ്ങൾ തന്നെ ചെയ്ത് ആൽഫയുടെ വാല്യൂ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൽഫ ഈക്വൽ ടു 1/2 പ്ലസ് 4 ആൽഫ. അപ്പോൾ അതിന് ഇക്വേഷൻ 5 നേട്ടി. ഈ 5 നമ്മൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 4ൽ ഇവിടെ ആൽഫയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് യു എപ്സിലോൺ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ സിംപ്ലിഫിക്കേഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങൾ തന്നെ ഇത് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ലിമിറ്റ് എടുക്കുക. യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 യു എപ്സിലോൺ എക്സ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേം പുറത്തെഴുതുക. 2ഉം 2ഉം ഇവിടെ ക്യാൻസൽ ആവും. ഇ റേസ് ടു 2x ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 1/1 പ്ലസ് 2 എപ്സിലോൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു 2x. ഓക്കെ, താങ്ക് യു.